بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്ലസ് 1 എൻ്റെ ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? റമളാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു റമളാനും പെരുന്നാളൊക്കെ? ഉഷാറാക്കിയില്ലേ? എന്ത് ഉഷാറാക്കാനല്ലേ, കൊറോണയും കോവിഡും ഒക്കെ ആയിട്ട് കുറേ വീട്ടിലിരുന്ന് ചടച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്കൊക്കെ. എന്താ ലോക്ക്ഡൗണിലൊക്കെ പണി? വീട്ടിൽ നിന്ന് പുറത്ത് പോകാറുണ്ടോ? അതോ വെറുതെ ഇരിക്കൽ തന്നെയാണോ? ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലാണോ? വീട്ടിലിരുന്നാൽ മതി, പുറത്തൊക്കെ ഒന്നും ഇറങ്ങണ്ട കേട്ടോ. ഏതായാലും കുറേ വെറുതെ വീട്ടിലിരുന്നില്ലേ, ഇനി കുറച്ചും കൂടി ഒന്ന് നമുക്ക് ക്ഷമിച്ച് നോക്കുക അല്ലേ, ഇൻഷാ അല്ലാ. ഏതായാലും നമുക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്, ലീവാണെന്ന് എഴുതിയിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ക്ലാസ് തുടങ്ങണം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇന്ന് 11ാം ക്ലാസ്സിലെ പ്ലസ് 1 ദുറൂസുൽ ഇഹ്സാനിലെ 1ാമത്തെ പാഠമായ അല്ലാഹു റഊഫും ബിൽ ഇബാദ് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, 1ാമത്തെ പാഠം. ക്ലാസ്സിൻ്റെ മുമ്പായിട്ട് ഞാൻ ചൊല്ലിത്തരുന്നത് നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലുക. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, ഞാൻ ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അമറനാ ബിൽ ഇഹ്സാൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ അതാനാ ബിൽ ഇസ്ലാമി വൽ ഈമാൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വല്ലദീന തബഊഹും ബിഇഹ്സാൻ ഇലാ യൗമി ജസാഇൽ ഇഹ്സാനി ബിൽ ഇഹ്സാൻ വബഅദു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പാഠം തുടങ്ങാം. അല്ലാഹു റഊഫും ബിൽ ഇബാദ്. എന്താ പാഠത്തിൻ്റെ പേര്? അല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് അമിതമായ സ്നേഹമുള്ളവനാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്. എന്താ റഊഫ് എന്ന് പറഞ്ഞ അർത്ഥം? കൃപയുള്ളവൻ അല്ലേ, അമിതമായ സ്നേഹമുള്ളവൻ, കരുണയുള്ളവൻ എന്നൊക്കെ അർത്ഥം. നമ്മളെ കൂട്ടത്തിൽ റഊഫില്ലേ? നമ്മളെ കൂട്ടത്തിൽ റഊഫില്ലേ? അത് റഊഫല്ല, അത് അബ്ദുർ റഊഫാണ്. റഊഫ് അല്ലേൻ, അള്ളാൻ്റെ പേരാണ് റഊഫ്. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇബാദ് എന്ന് പറഞ്ഞാൽ അബ്ദുൻ ജമ ഇബാദ് അല്ലേ, അടിമകൾ. അല്ലാഹു സുബ്ഹാനഹു തആല അടിമകളോട് അമിതമായ സ്നേഹമുള്ളവനാണ്, കൃപയുള്ളവനാണ് എന്നർത്ഥം. ഞാനൊന്ന് വായിക്കാം, പാഠഭാഗം ഞാനൊന്ന് വായിക്കാം. നിങ്ങളെന്ത് ചെയ്യുക? സസൂക്ഷ്മം അത് ശ്രദ്ധിച്ചിരിക്കുക, വേറെ ഒടുക്കും ശ്രദ്ധിക്കാൻ പാടില്ല. കിതാബുക്ക് മാത്രം ഞാൻ വായിക്കുന്നത് ശ്രദ്ധയോടുകൂടെ കേൾക്കുക. ഓക്കെ, നോക്കുക. അല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഇന്ന മിനൽ അജായിബി ഗഫ്ലത്തുൽ അബ്ദി അൻ റഹ്മത്തി റബ്ബിഹി വ നിഅമിഹി മഅ കൗനിഹി ഗരീഖൻ ഫീ ബഹ്രിൻ നിഅമിൽ ഇലാഹി ലാ യൽതഫിതു യമീനൻ വലാ ശിമാലൻ ഇല്ലാ വ നിഅമുല്ലാഹി ളാഹിറതൻ അലൈഹി
ومننه مستمرة عليه كما قال تعالى وآتاكم من كل ما سألتموه أي على حسب مصالحكم وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار وعدد الله نعمه كما قال ألم نجعل له عينين ولسانا وشفتين وهديناه النجدين وهل يرضى أحد بدل هاتين العينين أو بدل هذا اللسان بكنوز من الدراهم والدنانير وهل يوجد في العالم من يبيع عقله بالقصور الشامخة والسيارات الثمينة وكيف يكون حال الإنسان إذا تغير طعم ريقه مالها وماء عينه عذبا أو كانت يداه غير متساويين أو تفاوتت رجلاه قال تعالى صنع الله الذي أتقن كل شيء إنه خبير بما تفعلون. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? നോക്കണില്ലേ? നോക്കിയില്ലേ? അല്ലാ, നോക്കിയില്ലേ നിങ്ങൾ? ഇൻഷാ അല്ലാ ഒരുമിച്ചൊന്ന് വായിക്കാം. ഞാൻ വായിക്കുന്നതിന് കൂടെ നിങ്ങളൊന്ന് വായിക്കും കേട്ടോ. അല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഒപ്പം വായിക്കണം. ഇന്ന മിനൽ അജായിബി ഗഫ്ലത്തുൽ അബ്ദി അൻ റഹ്മത്തി റബ്ബിഹി വനിഅമിഹി മാ കൗനിഹി ഗരീഖൻ ഫി ബഹ്രിൻ നിഅമിൽ ഇലാഹി ലാ യൽതഫിതു യമീനൻ വലാ ശിമാലൻ ഇല്ലാ വനിഅമുല്ലാഹി ളാഹിറതൻ അലൈഹി വമിനനുഹു മുസ്തമിറതൻ അലൈഹി കമാ ഖാല തആല വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു അലാ ഹസബി മസാലിഹികും വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളലൂമുൻ കഫാർ وعدد الله نعمه كما قال ألم نجعل له عينين ولسانا وشفتين وهديناه النجدين وهل يرضى أحد بدل هاتين العينين أو بدل هذا اللسان بكنوز من الدراهم والدنانير وهل يوجد في العالم من يبيع عقله بالقصور الشامخة والسيارة الثمينة وكيف يكون حال الإنسان إذا تغير طعم ريقه مالها وماء عينه عذبا أو كانت يداه غير متساويين أو تفاوتت رجلاه قال تعالى صنع الله أي صنع الله ذلك صنعا الذي أتقن أي أحكم كل شيء صنعه إنه خبير بما تفعلون. ഓക്കെ, വായിച്ചില്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം, അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സാരാംശങ്ങളിലേക്ക് കടക്കുക. അല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് അമിതമായ കൃപയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. റഊഫിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ. ഇന്ന മിനൽ അജായിബി, അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. അജബുൻ ജമ അജായിബ് അല്ലേ? അത്ഭുതങ്ങൾ. ഓക്കെ, അജായിബ് അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. ഗഫ്ലത്തുൽ അബ്ദി, ഒരു അടിമ അശ്രദ്ധവാനാവൽ. ഒരടിമയുടെ ഗഫ്ലത്ത്, അശ്രദ്ധ. ഒരടിമ അശ്രദ്ധവാനാകൽ അത്ഭുതമാണ്. എന്തിൽ നിന്ന്? അൻ റഹ്മത്തി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ നിഅമത്തിൽ നിന്ന് അശ്രദ്ധനാവുക. തൻ്റെ റബ്ബിൻ്റെ നിഅമത്തുകൾ അവിടെ ഉണ്ട്, അതിനെ തൊട്ട് അശ്രദ്ധവാനാവുക. വനിഅമിഹി, തൻ്റെ റബ്ബിൻ്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങളിൽ നിന്നും അശ്രദ്ധവാനാവുക എന്നുള്ളത് ഒരു വല്ലാത്ത അത്ഭുതം തന്നെ, ഒരു മഹാത്ഭുതം തന്നെ. ഏതോടുകൂടെ? മഅ കൗനിഹി, അവനാകലോടുകൂടെ, ആ അടിമയാകലോടുകൂടെ, ഗരീഖൻ ഫി ബഹ്രിൻ നിഅമിൽ ഇലാഹി, അവൻ മുങ്ങിയവനാകലോടുകൂടെ, ഫി ബഹ്രിൻ നിഅമിൽ ഇലാഹി, ദൈവിക അനുഗ്രഹങ്ങളുടെ കടലിൽ മുങ്ങിയവനാകലോടുകൂടെ. എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെ ഒരു കടലിനെ പോലെ, കടലിനോട് സാദൃശ്യപ്പെടുത്തിയാൽ ആ കടലിൽ മുങ്ങിക്കുളിക്കുന്നവനാണ് ഓരോ അടിമകളും, അല്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന കടലിൽ മുങ്ങിയവനായിരിക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട് അശ്രദ്ധവാനാവുക എന്നുള്ളത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജീവിതത്തിൻ്റെ നിഖില മേഖലകൾ എടുത്തു നോക്കിയാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ ആ അനുഗ്രഹങ്ങളെ തൊട്ട്
ഒരു ബോധമല്ല, അനുഗ്രഹങ്ങളെക്കുറിച്ചൊരു ബോധമല്ല. നമ്മൾ അശ്രദ്ധവാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊരു ബോധമില്ലാതെ നടക്കുകയാണ്. അതൊരു അത്ഭുതം തന്നെയല്ലേ? അള്ളാഹു ചെയ്തെന്ന നിയമനത്തുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ അതൊരു അത്ഭുതം തന്നെയല്ലേ? അതാണ് പറഞ്ഞത് ഇന്ന മിനൽ അജായിബി, മഹാത്ഭുതങ്ങളിൽപ്പെട്ടതാണ് ആഫ്ലത്തുൽ അബ്ദി, ഒരു അടിമ അശ്രദ്ധവാനാകുക, അൻ റഹ്മത്തി റബ്ബിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് അശ്രദ്ധവാനാവുക എന്നുള്ളത്, വനിഅമിഹി, അള്ളാഹുവിൻ്റെ നിഅമത്തുള്ള തൊട്ടും അശ്രദ്ധവാനാവുക എന്നുള്ളത്, മഅ കൗനിഹി, അവനാകലോടുകൂടെ, ഗരീഖൻ, മുങ്ങിയവനാകലോടുകൂടെ, ഫി ബഹരിൻ നിഅമിലില്ലാഹി, ദൈവിക അനുഗ്രഹങ്ങളാകുന്ന കടലിൽ മുങ്ങിക്കുളിച്ചവനാകലോടുകൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പാടെ മറന്നു കളയുക, അശ്രദ്ധനായി കളയുക എന്നുള്ളത് വല്ലാത്ത ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ? എന്താണ് ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അശ്രദ്ധ അല്ലേ? ബഹർ അറിയില്ലേ? കടലാണ് അല്ലേ? അറിയാത്തവരുണ്ടാവില്ല. ഗരീഖ് എന്ന് പറഞ്ഞാൽ ഗരീഖ് എന്താ? ഗരീഖിൻ്റെ അർത്ഥം മുങ്ങിയവൻ എന്നർത്ഥം. ഓക്കെ. നിഅമ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ, ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവികമായ അള്ളാഹുവിൽ നിന്നുള്ള എന്നർത്ഥം. ലാ യൽതഫിതു യമീനൻ വലാ ശിമാലൻ ഇല്ലാ വനിഅമുല്ലാഹി ലാഹിറതൻ അലൈഹി വമിനഹു മുസ്തമിറതൻ അലൈഹി. ഒരടിമ ലാ യൽതഫിതു യമീനൻ, വലതു ഭാഗത്തേക്ക് തിരിയൂല, വലാ യൽതഫിതു ഷിമാലൻ, വലാ ഷിമാലൻ, ഇടത്തെ ഭാഗത്തേക്കും തിരിയൂല, ഇല്ലാ വനിഅമുല്ലാഹി ലാഹിറതൻ അലൈഹി, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അവൻ്റെ മേൽ വെളിവായിട്ടല്ലാതെ. നമ്മൾ വലത്തെ ഭാഗത്തേക്കൊന്ന് നോക്കി, നമ്മളെ വലതു ഭാഗത്തേക്കൊന്ന് നോക്കി, എന്തൊക്കെയുള്ളത്? നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്കൊന്ന് നോക്കി, എന്തൊക്കെയുള്ളത്? ഇനി ഇടത്തെ ഭാഗത്തേക്കൊന്ന് നോക്കി, എന്തൊക്കെയുള്ളത്? ഇനി ഒന്ന് മുന്നേക്ക് നോക്കി, മുന്നിൽ മൊബൈലുണ്ട് അല്ലേ? ബാക്കിലോ? എന്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ നോക്കുകയാണെങ്കിലും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ മുമ്പിലുള്ള ഈ മൊബൈൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ബുദ്ധിക്കനുസരിച്ച് മനുഷ്യന്മാർ കണ്ടുപിടിച്ചൊരു സാധനമാണ് അല്ലേ? എന്തും അനുഗ്രഹമാണ്. ഇനി മുകളിലേക്ക് നോക്കിയ ആകാശം സുബ്ഹാനല്ലാഹ്, താഴോട്ട് നോക്കിയാൽ ഭൂമി, എല്ലാം അനുഗ്രഹമാണ്. വലതു ഭാഗത്തേക്കും തിരിയൂല, ഇടതു ഭാഗത്തേക്കും തിരിയൂല, ഇല്ലാ വനിഅമുല്ലാഹി ലാഹിറതൻ അലൈഹി, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അവൻ്റെ മേൽ വെളിവായിട്ടല്ലാതെ. എവിടെ നോക്കിയാലും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ. ഇതൊക്കെ അള്ളാഹു അടിമകളോട് സ്നേഹമുണ്ടായതുകൊണ്ടാണ്. ലാ യൽതഫിതു, അവൻ അടിമ തിരിയുകയില്ല, യമീനൻ വലതു ഭാഗത്തേക്ക്, വലാ ഷിമാലൻ ഇടത്തെ ഭാഗത്തേക്കും തിരിയുകയില്ല. എന്തായിട്ടല്ലാതെ? ഇല്ലാ വനിഅമുല്ലാഹി ലാഹിറതൻ അലൈഹി, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അവൻ്റെ മേൽ വെളിവായിട്ടല്ലാതെ. വമിനഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, മുസ്തമിറതൻ അലൈഹി, അവൻ്റെ മേൽ തുടർന്നിട്ടുമല്ലാതെ, തുടർന്നു വന്നിട്ടുമല്ലാതെ. എവിടെ നോക്കിയാലും അവൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളും ഇങ്ങനെ വരുന്നുണ്ടാവും, അനുഗ്രഹങ്ങളും ഉണ്ടാവും. അങ്ങനെ നടന്നു പോവുകയാണെങ്കിലും ഉണ്ടാവും, യാത്ര ചെയ്യുകയാണെങ്കിലും ഉണ്ടാവും. എപ്പോഴും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അവനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അല്ലേ? യൽതഫിതു, ഇൽതഫത യൽതഫിതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? തിരിഞ്ഞു നോക്കുക എന്നർത്ഥം. യമീന് വലതുഭാഗം, ഷിമാല് ഇടതുഭാഗം. ലാഹിറത്ത് എന്ന് പറഞ്ഞാൽ വെളിവായത് എന്നർത്ഥം അല്ലേ? ലാഹിറത്ത്. ലാ യൽതഫിതു യമീനൻ വലാ ഷിമാലൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ നിഅമത്തുകളാണ് എല്ലായിടത്തും ഉള്ളത്. നമ്മളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലായിടത്തും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ തന്നെയാണ്. ഖമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകി, നിങ്ങൾ ചോദിച്ചത് മുഴുവനും നൽകി. വആതാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകി, മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചത് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അള്ളാഹു നൽകി. അലാ ഹസബി മസ്വാലിഹിക്കും, നിങ്ങളുടെ നന്മകൾക്കനുസരിച്ച് നൽകി. അലാ ഹസബി മസ്വാലിഹിക്കും, നിങ്ങളുടെ നന്മകൾക്കനുസരിച്ച് നൽകി. ചോദിച്ചൊക്കെ നൽകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മകൾ എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു നൽകിയത് അല്ലേ? സഅല ചോദിക്കുക അല്ലേ? മസ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? മസ്ലഹത്തുൻ ജുമ മസ്വാലിഹ് എന്ന് പറഞ്ഞാൽ നന്മ എന്നർത്ഥം. ഹസബ് എന്ന് പറഞ്ഞാൽ അനുസരിച്ച് അല്ലേ? അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചോദിച്ചതെല്ലാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ, ഇൻ തഉദ്ദു, അദ്ദ യഉദ്ദു എന്ന് പറഞ്ഞാൽ അദ്ദ യഉദ്ദു എണ്ണുക. വഇൻ തഉദ്ദു നിഅമത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണിയാൽ ലാ തുഹ്സുഹ, അതിനെ നിങ്ങൾ തിട്ടപ്പെടുത്തുകയില്ല, നിർണയിക്കുകയില്ല, ക്ലിപ്തമാക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ നിയമത്തുകൾ ഇങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ നമുക്ക് എന്താ കഴിയില്ല? എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇത്ര ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇത്ര 1000 നിയമത്ത്, 10000 നിയമത്ത്, 1 കോടി നിയമത്ത്, 1,00,000 അനുഗ്രഹം, ഇങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? എണ്ണി നിർണ്ണയിക്കാൻ കഴിയില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അദ്ദ യഉദ്ദു എന്ന് പറഞ്ഞാൽ എണ്ണുക, അഹ്സാ യുഹ്സി എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക, നിർണ്ണയിക്കുക,
ക്ലിപ്തപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, അതുകൊണ്ട് ഇത്രയും നിയമത്തുകൾ അള്ളാഹു ചെയ്തു തന്നിട്ടും, എണ്ണമറ്റ നിയമത്തുകൾ അള്ളാഹു ചെയ്തു തന്നിട്ടും, ഇന്നൽ ഇൻസാന ലലൂമുൻ കഫാർ, നിശ്ചയമായിട്ടും മനുഷ്യൻ ലലൂമുൻ അക്രമിയാണ്. ലലൂം എന്നാൽ അക്രമി, കഫാർ ദൈവനിഷേധിയുമാണ്, അള്ളാഹുവിനെ കളവാക്കുന്നവനുമാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും അള്ളാഹുവിനെ നിയമത്തുകൾ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ആളാണ്, അള്ളാഹുവിനോട് അക്രമം കാണിക്കുന്ന ആളാണ്. എന്താ ചെയ്യുക? അള്ളാഹു ഒരുപാട് നിയമത്ത് നൽകി. ആ നിയമത്തുകളെ ഒന്നും ശ്രദ്ധിക്കാതെ, അതിനെക്കുറിച്ചൊന്നും ഒരു ബോധവാനല്ലാതെ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാതെ, നിയമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ നടക്കുമ്പോൾ അള്ളാഹു ഈ മനുഷ്യന്മാരൊക്കെ എന്തായി മാറാണ്? ലലൂമുൻ അക്രമിയായിട്ട് മാറാണ്, കഫാർ ദൈവ നിഷേധിയായിട്ട് മാറുകയാണ്. ഓക്കെ, ഒരുപാട് നിയമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നു. ഇനി ആ എന്താണ് നിയമത്തുകൾ എന്നുള്ളത് ചെറിയ രൂപത്തിൽ ഇങ്ങനെ കുറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് നോക്കുക ഇൻഷാ അല്ലാഹ്. വഅദ്ദദല്ലാഹു നിഅമഹു കമാ ഖാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ എണ്ണാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞു. എന്നാലും ചിലയിടത്തൊക്കെ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത് ചെയ്തില്ലേ, ഇന്ന നിയമത്ത് ഞാൻ ചെയ്തില്ലേ, ഇന്ന അനുഗ്രഹം ഞാൻ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എണ്ണുന്നുണ്ട്. എന്താണത്? വഅദ്ദദല്ലാഹു നിഅമഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി അള്ളാഹുവിൻ്റെ നിയമത്തുകളെ. കമാ ഖാൽ, അള്ളാഹു പറഞ്ഞതുപോലെ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അലം നജ്അൽ ലഹു ഐനൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, അള്ളാഹുവിൻ്റെ നിയമത്തുകളാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, നാം മനുഷ്യന് 2 കണ്ണുകളെ നൽകിയില്ലയോ? അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിയമത്തിൽപ്പെട്ടതല്ലേ, അള്ളാഹു നൽകിയ കണ്ണുകൾ. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും കാണാനുള്ള, വളരെ ചെറിയ കാര്യങ്ങൾ പോലും കാണാനുള്ള കണ്ണ് ഞാൻ അവന് നൽകിയില്ലയോ? അലം നജ്അൽ ലഹു ഐനൈൻ, കണ്ണുകൾ നൽകിയില്ലയോ? വലിസാനൻ വശഫതൈൻ, ഒരു നാവിനെയും നൽകിയില്ല. 2 കണ്ണുകൾ നൽകി, അതുപോലെ അവനക്ക് സംസാരിക്കാൻ, കാര്യങ്ങൾ ആശയവിനിമയം നടത്താൻ ഒരു നാവിനെയും നൽകിയില്ലയോ? അതോടുകൂടത്തെ വശഫതൈൻ, 2 ചുണ്ടുകളെയും നൽകിയില്ലയോ? അള്ളാഹുവിൻ്റെ നിയമത്തല്ലേ. അള്ളാഹു ചെയ്തു തന്ന കണ്ണുകൾ, അള്ളാഹു നൽകിയ നാവ്, അള്ളാഹു നൽകിയ ചുണ്ടുകൾ, എന്തൊരു വലിയ നിയമത്താണ് ഇതൊക്കെ. മാത്രമല്ല വഹദൈനാഹു നജ്ദൈൻ, അതിൻ്റെയൊക്കെ പുറമെ അള്ളാഹു പറയാണ് 2 മാർഗങ്ങളും നാം അവൻക്ക് വഴി കാണിച്ചു കൊടുത്തു. ഒന്ന് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൻ്റെ വഴി, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും മുർസലീങ്ങളും നബിമാരും അതുപോലെ തന്നെ ഔലിയാക്കളും സ്വഹാബത്തും ഒക്കെ നടന്നു പോയ സിറാത്തുൽ മുസ്തഖീമായ വഴി, നേരായ വഴി. മറ്റൊന്ന് പിഴച്ചു പോയ മാർഗം. ഈ 2 വഴിയും അവർക്ക് കാണിച്ചു കൊടുത്തില്ലേ? വഹദൈനാഹു നജ്ദൈൻ, നജ്ദ് എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം, സബീൽ. വഹദൈനാഹു നജ്ദൈൻ, ഹദ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക, വഴി കാണിച്ചു കൊടുക്കുക എന്നർത്ഥം. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത വഹദൈനാഹു നജ്ദൈൻ. ഇവിടെ 2-3 നിയമത്തുകൾ അള്ളാഹു എണ്ണി. 2 കണ്ണുകൾ, നാവ്, ചുണ്ടൊക്കെ എണ്ണി അല്ലേ. എന്നിട്ട് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബലദിലാണതുള്ളത് അല്ലേ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നുള്ള സൂറത്തിലാണ് ഇതുള്ളത്. എന്നിട്ട് മുസന്നിഫ് ചോദിക്കാണ്, വഹൽ യർല അഹദുൻ ബദല ഹാത്തൈനിൽ ഐനൈൻ, ആരെങ്കിലും ഒരാൾ തൃപ്തിപ്പെടുമോ? ബദല ഹാത്തൈനിൽ ഐനൈൻ, ഈ 2 കണ്ണുകൾക്ക് പകരം തൃപ്തിപ്പെടുമോ? ഔ ബദല ഹാദൽ ലിസാൻ, അല്ലെങ്കിൽ ഈ നാവിന് പകരം തൃപ്തിപ്പെടുമോ? ബി കുനൂസിൻ മിനദ് ദറാഹിമി വദ്ദനാനീർ, ദിർഹമുകളുടെയും ദിനാറുകളുടെയും കൂമ്പാരം, അല്ലെങ്കിൽ അതിൻ്റെ നിധി കിട്ടിയാൽ അതുകൊണ്ട് തൃപ്തിപ്പെടുമോ? എൻ്റെ കണ്ണുകൾക്ക് പകരം എൻ്റെ കണ്ണ് തരാം, അതിന് പകരം ഒരു 1000 അല്ലെങ്കിൽ 1,00,000 ദീനാർ തന്നാൽ മതി. എൻ്റെ കണ്ണുകൾ നിങ്ങൾക്ക് തരാം, കണ്ണുകൾ എനിക്ക് വേണ്ട, അതിന് പകരം പടച്ചവനെ ഒരു വലിയ ഒരു നിധി തന്നാൽ മതി, സമ്പാദ്യത്തിൻ്റെ നിധി തന്നാൽ മതി. മതിയാവോ? നമുക്കത് പകരാവോ? ആരെങ്കിലും തൃപ്തിപ്പെടുമോ? കണ്ണിന് പകരം പൈസ കിട്ടിയാൽ മതിയാവോ? നമുക്കത് തൃപ്തിയാവില്ലല്ലോ. കാരണം എന്താ? കണ്ണിന് കണ്ണ് വേണം, പൈസ കൊണ്ടത് എന്താവില്ല, തൃപ്തിയാവില്ല, പകരമാവില്ല, കണ്ണിന് പകരമാവില്ല. എത്ര കോടിക്കണക്കിന് രൂപ എന്നാലും കണ്ണിന് പകരാവില്ല. അതാണ് പറയണത് വഹൽ യർല അഹദുൻ ബദല ഹാത്തൈനിൽ ഐനൈൻ, ഈ 2 കണ്ണുകൾക്ക് പകരമാകുമോ? ആരെങ്കിലും തൃപ്തിപ്പെടുമോ? അതിന് പകരമായിട്ട് ആരെങ്കിലും തൃപ്തിപ്പെടുമോ? ഔ ബദല ഹാദൽ ലിസാൻ, അല്ലെങ്കിൽ ഈ നാവിന് പകരം ആരെങ്കിലും തൃപ്തിപ്പെടുമോ? ബികുനൂസിൻ മിനദ് ദറാഹിമി വദ്ദനാനീർ, ദിർഹമുകളുടെ നിധി അല്ലെങ്കിൽ ദീനാറുകളുടെ നിധി
കിട്ടിയാൽ. ഇർള എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുക, ബദല എന്ന് പറഞ്ഞാൽ പകരം അല്ലേ. കുനൂസ്, കുനൂസ് കൻസുൻ ജമ്മു കുനൂസ്, നിധി എന്നർത്ഥം. നിധി കൻസുൻ ജമ്മു കുനൂസ്. ദിർഹമും പിന്നെ ദീനാറൊക്കെ അറിയാലോ അല്ലേ. മാത്രമല്ല വഹൽ യൂജദു ഫിൽ ആലമി, ലോകത്ത് എത്തിക്കാൻ കഴിയുമോ, ലോകത്ത് ആരെങ്കിലും ഉണ്ടാവോ, മൻ യബീഉ അഖ്ലഹു, തൻ്റെ ബുദ്ധിയെ വിൽക്കുന്നു, ബിൽ ഖുസൂരി ഷാമിഖ, ഉയർന്ന ഒരു കൊട്ടാരത്തിന് പകരമായിട്ട്. ഉയർന്ന കൊട്ടാരങ്ങൾക്ക് പകരം ബുദ്ധിയെ വിൽക്കുന്ന ആളുകൾ ഉണ്ടാവോ? ബുദ്ധി അള്ളാഹു ചെയ്തുന്ന നിയമത്താണ്. ആ നിയമത്തിന് പകരം വേറൊന്നും ആവില്ല. ഇനി വലിയ ഒരു മടിമാളിക, എൻ്റെ ബുദ്ധിക്ക് പകരം വലിയൊരു കൊട്ടാരം, അതുകൊണ്ട് കാര്യമില്ല. ബുദ്ധിക്കൊക്കെ പകരം ബുദ്ധി തന്നെ വേണം. വസ്സയ്യാറാത്തി സമീന, വിലപിടിപ്പുള്ള കാറുകൾക്കും പകരമാകുമോ? വിലപിടിപ്പുള്ള കാറുകൾക്ക് പകരമായിട്ട് ബുദ്ധിയെ വിൽക്കുന്ന ആളുകളെ എത്തിക്കാൻ കഴിയുമോ? ആരെങ്കിലും ഉണ്ടാവുമോ ലോകത്ത്? ഉണ്ടാവില്ലല്ലോ. ബുദ്ധിക്ക് പകരം ബുദ്ധി വേണം. അതിന് പകരം കൊട്ടാരം കെട്ടിയിട്ടോ വലിയ മണിമാളിക കെട്ടിയിട്ടോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള കാറോ കിട്ടിയിട്ട് കാര്യമില്ല. ബുദ്ധിക്ക് ബുദ്ധി വേണം, അതിന് പകരാവില്ല. അതാണ് പറയണത് വഹൽ യൂജദു, ആരെങ്കിലും ഉണ്ടാകുമോ, എത്തിക്കപ്പെടുമോ, ഫിൽ ആലമി, ലോകത്ത്, മൻ യബീഉ അഖ്ലഹു, അവൻ്റെ ബുദ്ധിയെ വിൽക്കുന്നു, ബിൽ ഖുസൂരി ഷാമിഖ, ഉയർന്നതായ മാളികക്ക് പകരമായി, കൊട്ടാരങ്ങൾക്ക് പകരമായി, വസ്സയ്യാറാത്തി സമീന, വിലപിടിപ്പുള്ള കാറുകൾക്ക് പകരമായി ബുദ്ധിയെ വിൽക്കുന്ന ആരെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? കത്താൻ കഴിയില്ല അല്ലേ. യൂജദു പറഞ്ഞാൽ എന്താ അർത്ഥം? എത്തിക്കപ്പെടുക അല്ലേ, ഉണ്ടാവുമോ എന്നൊക്കെ അർത്ഥം. വഹൽ യൂജദു, ഉണ്ടാവുമോ എന്നൊക്കെ അർത്ഥം. ഫിൽ ആലമി, ബായബിഉ, വിൽക്കുക. ഖുസൂർ, ഖസറുൻ ജമ്മു ഖുസൂർ എന്നാൽ കൊട്ടാരം എന്നൊക്കെ അർത്ഥം. ഷാമിഖത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്ന എന്നർത്ഥം. സയ്യാറത്ത് അറിയാലോ അല്ലേ, കാറ്. സമീന, വില കൂടിയ എന്നൊക്കെ അർത്ഥം. ഓക്കെ. വകൈഫ യകൂനു ഹാലുൽ ഇൻസാനി, ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടാവും? വകൈഫ യകൂനു, എങ്ങനെയായിരിക്കും ഹാലുൽ ഇൻസാനി, ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഇദാ തഗയ്യറ തുഅമു റീഖിഹി, അവൻ്റെ ഉമനീരിൻ്റെ രുചി മാറ്റം വന്നാൽ. എന്തായിട്ട്? മാലിഹൻ, ഉപ്പ് രുചിയുള്ളതായിട്ട് മാറിയാൽ എന്തൊക്കെ അവസ്ഥ? നമ്മൾ ഉമനീരിനൊക്കെ ഇപ്പം എന്താ രുചി? സാധാരണ വെള്ളത്തിൻ്റെ രുചിയിലെ നല്ല കുടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭവമാണ് അല്ലേ. നമുക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ കുടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള, അതിനുതകുന്ന രൂപത്തിലുള്ള രുചിയാണ് എന്തിനുള്ളത്? ഉമനീരിനുള്ളത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. വകൈഫ യകൂനു ഹാലുൽ ഇൻസാനി, ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇദാ തഗയ്യറ തുഅമു റീഖിഹി, അവൻ്റെ ഉമനീരിൻ്റെ രുചി മാറ്റം വന്നാൽ. മാലിഹൻ, എന്തായിട്ട്? ഉപ്പ് രുചിയുള്ളതായിട്ട് മാറ്റം വന്നു. വമാഉ ഐനിഹി അദ്ബ, അവൻ്റെ കണ്ണുനീരിന് നല്ല കുടിക്കാൻ ഉതകുന്ന വെള്ളം, കുടിക്കാൻ ഉതകുന്ന നല്ല രുചികരമായ വെള്ളവുമായിട്ട് മാറിയാൽ എന്തൊക്കെ വമാഉ ഐനിഹി അദ്ബ, അവൻ്റെ കണ്ണുനീരിന് കുടിക്കാൻ ഉതകുന്ന രുചികരമായതും അതുപോലെ തന്നെ ഉമനീരിന് ഉപ്പ് രുചിയുള്ളതുമായി കഴിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥ? അപ്പോൾ ഉമനീരിന് അതിൻ്റെ രുചിയുമായിരിക്കണം, അതുപോലെ തന്നെ കണ്ണുനീരിന് ഉപ്പ് രസമായിരിക്കണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എന്തൊക്കെ അവസ്ഥ? പിന്നെ റീഖ്, ഉമനീര്, തുഅമ്, രുചി എന്നൊക്കെ അർത്ഥം. ഇനി ഔ കാനത്ത് യദാഹു ഗൈറ മുതസാബിയൈൻ, അതല്ല അവൻ്റെ രണ്ട് കൈകൾ സമമല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ രണ്ട് കൈകളും ഒരുപോലെയാകുമ്പോഴല്ലേ നമുക്ക് ഓരോ വസ്തുക്കൾ പിടിക്കാൻ കഴിയുക. ഇനി രണ്ട് കൈകളും സമമല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവൻ്റെ ഒരുത്തൻ്റെ കൈ, വലത്തെ കൈ നല്ല നീളമുള്ളതും ഇടത്തെ കൈ ചെറുതുമായി അങ്ങനെ പിടിക്കാൻ കഴിയുമോ? പിടിക്കാൻ കഴിയില്ല. അങ്ങനെ ആയാൽ എന്തായിരിക്കും അവസ്ഥ? ഔ തഫാവത സിരിജിലാഹു, അതുമല്ല അവൻ്റെ കാലുകൾക്ക് ഏറ്റ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തഫാവത്ത് പറഞ്ഞാൽ, മുതസാവിയത്ത് പറഞ്ഞാൽ സമമായതെന്നർത്ഥം. തഫാവത്ത് പറഞ്ഞാൽ ഏറ്റ വ്യത്യാസം ഉണ്ടാവുക എന്നർത്ഥം. അങ്ങനെ ആയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അങ്ങനെയൊന്നും അള്ളാഹു ആക്കിയില്ല. നമുക്ക് കണ്ണ് തന്നു, അതുപോലെ തന്നെ നാവ് തന്നു, നമ്മുടെ പിന്നെ അള്ളാഹു നമുക്ക് ബുദ്ധി തന്നു. ഉമനീരിന് രുചികരമായ ഉമനീരിന് കുടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള രുചിയും
കണ്ണുനീരിന് ഉപ്പ് രുചിയും തന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ല. അതുപോലെ തന്നെ 2 കരങ്ങളും അള്ളാഹു സമമാക്കി. അതുപോലെ തന്നെ കാലുകൾ ഏറ്റവ്യത്യാസമില്ലാതെ ഒരുപോലെയാക്കി. തഫാവത്താണല്ലേ ഏറ്റവ്യത്യാസം ഉണ്ടാവാൻ, ഒന്ന് വലുതും ഒന്ന് ചെറുതാവുക, അങ്ങനൊന്നും ആക്കിയില്ല. അങ്ങനെ കായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹു താല പറഞ്ഞു, സുൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിൻ്റെ നിർമ്മാണം, സുൻ അള്ളാഹുവിൻ്റെ നിർമ്മാണം, അല്ലതി എങ്ങനത്തെ നിർമ്മാണമാണ്, അത്ഖന കുല്ല ഷൈഇൻ എല്ലാ വസ്തുവിനെയും കൃത്യമായി ദൃഢമാക്കി നിർമ്മിച്ചിരിക്കുന്നു. ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ്. അത്ഖന എന്നാൽ ദൃഢമാക്കി എന്നർത്ഥം, കൃത്യമാക്കി നിർമ്മിച്ചു എന്നൊക്കെ അർത്ഥം. സുൻ അള്ളാഹി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, ഐ സന അള്ളാഹു ദാലിക സുൻ അള്ളാഹു സൃഷ്ടിച്ചു, അതിനെ ഒരു സൃഷ്ടിക്കൽ സൃഷ്ടിച്ചു. അല്ലത് എങ്ങനത്തെ സൃഷ്ടിക്കലാണ്? അത്ഖന അതിനെ അള്ളാഹു ദൃഢമാക്കി, ഐ അഹ്കമ എന്നർത്ഥം, ദൃഢമാക്കി. കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കളെയും അള്ളാഹു ദൃഢമാക്കി. ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ അള്ളാഹു അറിയുള്ളവനാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് അറിയാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് സംശയമില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഒന്ന് വളരെ സ്പീഡിലൊന്ന് വായിച്ച് അർത്ഥം വെക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. അല്ലാഹു റഊഫും ബിൽ ഇബാദ് അള്ളാഹു സുബ്ഹാനഹു തആല അടിമകളോട് നല്ല കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, അമിതമായ സ്നേഹമുള്ളവനാണ്. ഇന്നമിനൽ അജായിബി മഹാത്ഭുതങ്ങളിൽപ്പെട്ടതാണ് ഗഫ്ലത്തുൽ അബ്ദി ഒരടിമ അശ്രദ്ധവാനാവുക, അൻ റഹ്മത്തി റബ്ബിഹി അവൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിനെ തൊട്ട്, വനിഅമിഹി അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ തൊട്ടും അശ്രദ്ധനാവുക. ഏത് മഅ കൗനിഹി ഗരീഖൻ ഫി ബഹരി നിഅമൽ ഇലാഹി ദൈവികമായ അനുഗ്രഹങ്ങളാകുന്ന കടലിൽ മുങ്ങലോടുകൂടെ ആ അനുഗ്രഹങ്ങളെ തൊട്ടൊക്കെ അശ്രദ്ധനാവുക എന്നുള്ളത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ലാ യൽതഫിതു യമീനൻ വലാ ശിമാല അവൻ ഒരടിമ വലതു ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കൊന്നും തിരിയുകയില്ല. ഇല്ല വനിയമുല്ലാഹി ലാഹിറത്തൻ അലൈഹി അള്ളാഹുവിൻ്റെ നിയമത്തുകളൊക്കെ അവൻ്റെ മേൽ വെളിവായിട്ടല്ലാതെ, അമിനഹു മുസ്തമിറത്തൻ അലൈഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ മേൽ തുടർന്നു വന്നിട്ടല്ലാതെ. കമാ ഖാല തആല അല്ലാഹു തആല പറഞ്ഞു, വആതാകും മിൻ കുല്ലി മാ സഅൽതുമുഹു അലാ ഹസ്ബി മസാലിഹിക്കും അള്ളാഹു നിങ്ങൾക്ക് ചോദിച്ചതൊക്കെ നൽകി, അലാ ഹസ്ബി മസാലിഹിക്കും നിങ്ങളുടെ നന്മക്കനുസരിച്ച് അള്ളാഹു നൽകി. വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സുഹ അതിനെ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ അള്ളാഹു ഇത്ര അനുഗ്രഹങ്ങളൊക്കെ ചെയ്തിട്ടും മനുഷ്യർ അക്രമികളാണ്, അതുപോലെ തന്നെ കഫാർ സത്യനിഷേധികളുമായി ദൈവനിഷേധികളുമായി മാറുകയാണ്. മാത്രമല്ല വഅദ്ദല്ലാഹു സുബ്ഹാനഹു വതആല നിഅമഹു കമാ ഖാൽ അള്ളാഹുവിൻ്റെ നിയമത്തുകൾ എങ്ങനെ എണ്ണി അള്ളാഹു പറഞ്ഞു, അലം നജ്അൽ ലഹു ഐനൈൻ ആ മനുഷ്യന് നാം 2 കണ്ണുകൾ നൽകിയില്ലയോ, വലിസാനൻ വശഫതൈൻ ഒരു നാവും 2 ചുണ്ടുകൾ നൽകിയില്ലയോ, വഹദൈനാഹു നജ്ദൈൻ അവന് 2 വഴികളും നാം കാണിച്ചു കൊടുത്തില്ലയോ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, വഹൽ യർല അഹദുൻ ബദല ഹാതൈനിൽ ഐനൈനി ആരെങ്കിലും തൃപ്തിപ്പെടുമോ ഈ 2 കണ്ണുകൾക്ക് പകരം, ഔ ബദല ഹാദൽ ലിസാനി അല്ലെങ്കിൽ ഈ നാവുകൾക്ക് പകരം തൃപ്തിപ്പെടുമോ? എന്ത്? ബി കുനൂസി മിനദ് ദറാഹിമി വദ്ദനാനീർ ദിർഹമുകളുടെയും ദീനാറുകളുടെയും സമ്പാദ്യത്തിൻ്റെ നിധികളുടെ കൂമ്പാരം കൊണ്ട് ആരെങ്കിലും തൃപ്തിപ്പെടുമോ? ഇല്ലല്ലോ. വഹൽ യൂജദു ഫിൽ ആലമി ലോകത്തുണ്ടാകുമോ മൻ യബിഉ അഖ്ലഹു ബിൽ ഖുസൂരി ശാമിഖ വസ്സയ്യാറത്തി സമീന തൻ്റെ ബുദ്ധിയെ ഉയർന്ന നിൽക്കുന്ന കൊട്ടാരങ്ങൾക്ക് പകരമായിട്ട്, അതല്ലെങ്കിൽ വിലപിടിപ്പുള്ള കാറുകൾക്ക് പകരമായി വിൽക്കുന്ന ആരെല്ലാമുണ്ടാവോ? വകൈഫ യകൂനു ഹാലുൽ ഇൻസാനി എങ്ങനായിരിക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥ? ഇദാ തഗയ്യറ തുഅമു റിഖിഹി മാലിഹ അവൻ്റെ ഉമ്മുനീർ ഉപ്പ് രുചിയുള്ളതും, അതുപോലെ തന്നെ വമാഉ ഐനിഹി അദ്ബ അവൻ്റെ കണ്ണുനീർ കുടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വെള്ളവുമായി മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? ഔകാനത്ത് യദാഹു ഗൈറ മുതസാവിയൈനി അവൻ്റെ 2 കൈകളും സമമല്ലാത്ത രൂപത്തിലായാൽ എന്തായിരിക്കും അവസ്ഥ? ഔ തഫാവത്ത് റിജ്ലാഹു അവൻ്റെ കാലുകൾ ഏറ്റക്കുറച്ചിലുണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഖാല തആല അല്ലാഹു തആല പറഞ്ഞു, സുൻ അല്ലാഹി അല്ലതി സന അല്ലാഹു ദാലിക സുൻഅ അല്ലതി അത്ഖന കുല്ല ഷൈ ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ. ഖാല തആല അല്ലാഹു തആല പറഞ്ഞു, സുൻ അല്ലാഹി അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ്, ഐ സന അല്ലാഹു ദാലിക സുൻഅ അല്ലാഹു അതിനെ ഒരു സൃഷ്ടിക്കൽ സൃഷ്ടിച്ചു, അല്ലതി എങ്ങനത്തെ അല്ലാഹു അത്ഖന കുല്ല ഷൈ എല്ലാത്തിനെയും ദൃഢമായി നിർമ്മിച്ചു. ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അറിയുന്നവനാണ് എന്നാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എടുത്ത പാഠം പഠിച്ചു വരിക അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.